വടകരയിലെ MP ഷാഫി പറമ്പിലിനെ നടുറോഡിൽ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അനുകൂലമായി വന്ന കുറെ ആൾക്കാരിൽ ഒരു താടിക്കാരനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. താടിക്കാരെല്ലാം NDF-കാരാണെന്നും തീവ്രവാദികളാണെന്നുമാണ് ചിലരുടെയൊക്കെ വാദം. യഥാർത്ഥത്തിൽ താടിക്കാരെല്ലാം തീവ്രവാദികളാണോ? താടി വെച്ചവരെല്ലാം NDF-കാരനാണോ? അല്ലല്ലോ. എത്രയോ മനുഷ്യർ, ഏതെല്ലാം മതത്തിൽപ്പെട്ടവർ, ഏതെല്ലാം രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ താടി വെച്ചിരിക്കുന്നു. താടി വെച്ചവരെ കണ്ടാൽ ഉടനെ തന്നെ അവരൊക്കെ NDF-കാരാണെന്ന് പറയുന്ന ഈ രീതി എന്ത് മര്യാദയാണ്? ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം തോൽപ്പിച്ചത് കേരളം ആദരിക്കുന്ന ഒരു വനിതയാണ്. കേരളത്തിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന ടീച്ചർ അമ്മയാണ് അദ്ദേഹം അവിടെ പരാജയപ്പെടുത്തിയത്. അദ്ദേഹം അവരെ ഒരു വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്. ഇനി വരുന്ന ലോക്സഭാ ഇലക്ഷനിലും ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏതൊരു ശക്തനായ നേതാവ് മത്സരിച്ചാലും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടാകും. ഈ തിരിച്ചറിവാണ് ഷാഫി പറമ്പിലിനെ ഈ റോഡിൽ ഇങ്ങനെ തടയാനും അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും സ്ത്രീ സംബന്ധമായ വിഷയങ്ങളുണ്ടാക്കി അദ്ദേഹത്തെയും അപമാനിച്ച് മാറ്റി നിർത്തിക്കാനുള്ള ശ്രമമാണ് ഈ നടക്കുന്നത്. അതിന്റെ കൂട്ടത്തിലാണ് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഒരു താടിക്കാരനെ കണ്ടത്. താടിക്കാരനെ കണ്ട ഉടനെ തന്നെ ഇവൻ NDF-കാരനാണ്, ഇദ്ദേഹവും ഒരു തീവ്രവാദിയാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ഇതൊന്നും ഷാഫി പറമ്പിലിൻ്റെ അടുത്ത് നടക്കത്തില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. ഷാഫി പറമ്പിലിനോട് പറയാനുള്ളത്, ഇനി രാഹുൽ മാങ്കൂട്ടം എന്ന MLA സംരക്ഷിക്കാനും രക്ഷിക്കാനും ഷാഫി പറമ്പിൽ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം അദ്ദേഹത്തെ അത്ര കണ്ട് പാർട്ടിക്കാർ വളഞ്ഞിരിക്കുകയാണ്. ഒരുപാട് പേര് കള്ളക്കേസുകളുമായി വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല ശക്തമായ ഒരു പിന്തുണയില്ലാതെ പാലക്കാട് മണ്ഡലത്തിൽ കാലുകുത്തുക ബുദ്ധിമുട്ടാവും. ഇന്ന് കേരളത്തിൽ ശക്തനായ ഒരു നേതാവായി വടകരയിൽ അദ്ദേഹത്തെ തടഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശക്തി തെളിയിച്ചതാണ്. ധൈര്യമുള്ള ആരും അദ്ദേഹത്തെ തടയാൻ ഇനി മുമ്പോട്ട് വരികയില്ല. ഇതേ ഒരു തീരുമാനത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെയും പാലക്കാട് എത്തിച്ചാൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതിന് ഷാഫി പറമ്പലിന്റെ ശക്തമായ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി പാലക്കാട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കാലുകുത്താൻ കഴിയുകയുള്ളൂ. ഇതുപോലെയുള്ള ഭീഷണികൾക്ക് വഴങ്ങാതിരിക്കണമെങ്കിൽ ഷാഫി പറമ്പിനെ പോലുള്ളവർ അദ്ദേഹത്തിന്റെ ശക്തമായി പിന്തുണയും കൂടെ നിൽക്കുകയും ആവശ്യമാണ്. ഒരു കഥയുടെ പേരിൽ ഒരു MLA എത്രമാത്രം പീഡിപ്പിക്കുന്നു? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കട്ടെ. പക്ഷേ ഈ വരുന്നതെല്ലാം ഏത് ചാനലിൽ നോക്കിയാലും ചാനലുകളെല്ലാം മാറ്റി പറഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിനെതിരെ ഗൂഢസംഘം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ആരെയും പേരെടുത്ത് പറഞ്ഞു, ആരെയും വ്യക്തി അധിക്ഷേപം നടത്തേണ്ടതോ നമ്മൾ ചെയ്യാൻ പാടില്ല. അതൊരു ചാനലുകാരും ചെയ്യാനും പാടില്ല. അദ്ദേഹത്തിനെതിരെ വരുന്ന കഥകളെല്ലാം പഴയ കഥയെഴുത്തുകാരാണ്, പണ്ടത്തെ എഴുത്തുകാർ തന്നെയാണ്. ഇതേപോലെ എഴുതി നശിപ്പിക്കുന്ന കുറേ പേര് തന്നെയാണ് അദ്ദേഹത്തിന്റെ പിന്നിലുള്ളത് എന്ന് 100% ഉറപ്പാണ്. ഇന്ന് കേരളത്തിൽ ശക്തമായി ഒരു MP പ്രതികരിച്ചെങ്കിൽ അത് ഷാഫി പറമ്പിൽ മാത്രമാണ്. അദ്ദേഹം നടു റോഡിൽ ഇറങ്ങി എന്നെ ആർക്കെങ്കിലും തടയാനോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നും അദ്ദേഹം വെല്ലുവിളി നടത്തി. ആ വെല്ലുവിളിയിൽ ഒരുവിധപ്പെട്ടവരെല്ലാം പിന്മാറിപ്പോവുകയുണ്ടായി. ഇതേ ഒരു അവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിനും ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ, ഇതുപോലൊരു തരംഗം രാഹുൽ മാങ്കൂട്ടത്തിനും ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കാലുകുത്താൻ കഴിയുകയുള്ളൂ. അതിന് ഷാഫി പറമ്പലിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നുള്ളതും ഒരു സത്യമാണ്. ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായ 2 മണ്ഡലങ്ങളാണ്. ഒന്ന് വടകര ലോക്സഭാ മണ്ഡലവും പാലക്കാട് നിയോജക മണ്ഡലവും. ഈ 2 മണ്ഡലങ്ങളും ഇനി ഒരിക്കലും ഒരു പാർട്ടിക്കും ഈ പയ്യന്മാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് അവർക്ക് 100% ഉറപ്പായപ്പോഴാണ് ഇത്തരം ഭീകര പ്രവർത്തനങ്ങളുമായിട്ട് അവരെ പിന്നാലെ പാർട്ടിക്കാർ കൂടിയത്. എന്തായാലും ഒരാളെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. ഇനി അടുത്തുള്ളത് ഷാഫി പറമ്പിലാണ്. പക്ഷെ ഷാഫി പറമ്പിലിനെ അത്ര പെട്ടെന്നൊന്നും അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല. കാരണം ഷാഫി പറമ്പിലിന് ശക്തമായ പിന്തുണ അവരുടെ സമുദായത്തിൽ നിന്നുമുണ്ട്. അതുമല്ല, വടകരയിൽ നോക്കുമ്പോൾ വടകരയിൽ ഏതെങ്കിലും ഒരു വർഗീയ ശക്തികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതശക്തിയുടെ പിന്തുണ കൊണ്ടാണോ ഷാഫി പറമ്പിൽ ജയിച്ചത്? അങ്ങനെയൊക്കെ ജയിക്കുകയാണെങ്കിൽ ചെറിയൊരു മാർജിൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റു മതക്കാരും ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഷാഫി പറമ്പിൽ ഇത്ര ഒരു മാർജിനിൽ ജയിക്കുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് വടകര മണ്ഡലത്തിലെ ഒരു ജനകീയനായ നേതാവാണ്. അദ്ദേഹം എല്ലാ മനുഷ്യരോടും ഇന്ന് വരെ മതത്തിന്റെയോ അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെയോ ഒരു ലാഞ്ചന പോലും കൊള്ളാത്ത ഒരു നേതാവാണ് ഷാഫി
ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പയ്യൻ. ഒരു യുവാവാണെങ്കിൽ പോലും അവൻ ഇത്രയും നല്ല രീതിയിലുള്ള ചിന്താശേഷിയും മറ്റു മനുഷ്യരോടൊക്കെ എങ്ങനെ പെരുമാറണമെന്നും മറ്റു മതക്കാരോട് എങ്ങനെ പെരുമാറണമെന്നും അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയാം. ഏത് മതക്കാരന്റെ വീട്ടിലും ചെന്ന് എനിക്ക് വോട്ട് തരൂ എന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയും വേണ്ട. കാരണം അത്ര കണ്ട് ക്ലിയറാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. അദ്ദേഹം മതേതരൻ തന്നെയാണ്. പൂർണ്ണമായിട്ടും മതേതര ചിന്തയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് തന്നെയാണ് ടീച്ചറമ്മയെ പോലുള്ള കേരളം ആദരിക്കുന്ന ഒരു വനിതയെ അദ്ദേഹത്തിന് വൻപിച്ച മാർജിനിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞതും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ പാർട്ടിക്കാർ കൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം തന്നെ. ഒരു കാരണവശാലും ഷാഫി പറമ്പിൽ ആരുടെ മുൻപിലും പരാജയപ്പെട്ടു കൊടുക്കരുത്. ധീരമായ ഈ 2 ദിവസത്തിന് മുമ്പെടുത്ത നിങ്ങളുടെ റോഡിൽ വഴി തടഞ്ഞപ്പോൾ എടുത്ത അതേ തീരുമാനവും ധീരതയും വീണ്ടും തുടരുക. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങൾ അല്പം താന്നു കൊടുത്താൽ നിങ്ങളെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കും. അത് എപ്പോഴും ഓർത്ത് പ്രവർത്തിക്കുക.